ഈ പ്രഭാതവേളയിൽ ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനങ്ങൾ ചൊല്ലുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം കാണുന്നു, സക്കായി യേശുവിനെ കാണുവാനായിട്ടുള്ള ആഗ്രഹത്തോടുകൂടെ, അല്ലെങ്കിൽ അവൻ പലപ്പോഴും സക്കായി യേശു ആരെന്ന് അറിഞ്ഞിട്ടുണ്ട്, യേശു ആരെന്ന് പലപ്പോഴും അവൻ കേട്ടിട്ടുണ്ട്. എന്നാൽ കാണുവാനുള്ള വ്യഗ്രതയോടുകൂടെ യേശു എരിഹോവിൽ കൂടി കടന്നു വരുന്നു എന്ന് കേട്ടപ്പോൾ അവൻ്റെ പരിമിതികളെ മറികടന്ന് അവൻ ഉയരത്തിൽ ചെറിയവനാക നിമിത്തം പലപ്പോഴും സാഹചര്യങ്ങളാണ്, അല്ലെങ്കിൽ അവൻ്റെ മുന്നിൽ പരിമിതികളാണ് അവനെ പിടിച്ചു നിർത്തിയിരുന്നത്. എന്നാൽ യേശുവിനെ കാണുവാനുള്ള വ്യഗ്രത നിമിത്തം തൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ പരിമിതികളെ പിന്നോട്ട് തള്ളിക്കൊണ്ട് സക്കായി വളരെ ആഗ്രഹത്തോടെ യേശുവിനെ കാണുവാനായിട്ട് കാട്ടത്തിയുടെ മേൽ വലിഞ്ഞു കയറുക. അതറിഞ്ഞുകൊണ്ട് കർത്താവ് അവനെ വിളിക്കുക, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് രാത്രി നിൻ്റെ ഒപ്പം ഞാൻ പാർക്കേണ്ടതാകുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരിമിതികൾ നമ്മളെ പിടിച്ചു നിർത്തുന്ന സാഹചര്യമില്ലേ? എന്നാൽ സക്കായിയെ പോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ പരിമിതികളെ നാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ നമ്മുടെ ലക്ഷ്യം കർത്താവാണെങ്കിൽ പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ കാണേണ്ടവനെ കാണേണ്ടുന്ന പോലെ കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്നത്തെ പകൽക്കാലം ദൈവം അതിന് അവസരങ്ങളെ ഒരുക്കട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.